نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുമേഖലകളിലും മുന്നോട്ട് പോകണമെന്ന് ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിനോടായി ചോദിക്കുകയുണ്ടായി, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, നിങ്ങളിൽ ആരാണെന്ന് നോമ്പുകാരനായിട്ടുള്ളത്? അതുപോലെ തന്നെ വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഒരു ജനാസയെ അനുഗമിച്ചതാരാണ്? മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവനാരാണ്? മൻ ആദ മിൻകുമുൽ യൗമ മരീദ, ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഇങ്ങനെ 4ഓളം ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ എന്ന് പറയുകയുണ്ടായി എന്ന ഹദീസിൽ കാണാം. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ് വിവരിക്കുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, പറയപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കാതിരിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഈ പറയപ്പെട്ട നന്മകളൊക്കെ പ്രവർത്തിച്ച് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ കേട്ടത്, രോഗിയെ സന്ദർശിക്കുക എന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പഠിപ്പിച്ചു നൽകിയ മറ്റൊന്ന്, 6ാമത്തെ ഹക്കായി പ്രവാചകൻ അറിയിച്ചു നൽകിയ ഒന്ന്, വഇദാ മാത ഫത്തബിഅഹു, സഹോദരനായ മുസ്ലിം മരണപ്പെട്ടാൽ
അവന്റെ ജനാസയെ നീ അനുഗമിക്കണം എന്നാണ്. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം പാലിക്കേണ്ടുന്ന കടമകളിൽ, ബാധ്യതകളിൽപ്പെട്ടതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നാം ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, ഒരു മുസ്ലിമായ ഒരു സഹോദരന്റെ മരണമെന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നതാണ്, വിഷമമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മരണവാർത്ത കേൾക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മര്യാദകളുണ്ട്. അവിടുന്ന് പറഞ്ഞു നൽകുകയാണ്, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ. ഒരു മനുഷ്യനെ ഒരു മുസീബത്ത് ബാധിക്കുകയാണ്, ഒരു പ്രയാസം നേരിടുകയാണ്. അങ്ങനെ നേരിടുന്ന സമയത്ത് അവൻ പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ് നമ്മളൊക്കെ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കിലൂടെ നമ്മൾ പറയുന്നത്. എന്നിട്ട് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്, ഇങ്ങനെ ഒരു മനുഷ്യന് ഈ മുസീബത്ത് ഉണ്ടാവുന്ന സമയത്ത് ഈ പറയപ്പെട്ടതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബത്തി, റബ്ബേ എനിക്ക് നേരിട്ട ഈ പ്രയാസത്തിൽ, ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഒന്നിന് നീ പകരമായി നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ആജറഹുല്ലാഹു തആല ഫീ മുസീബത്തിഹി, റബ്ബി മനുഷ്യന്റെ പ്രയാസത്തിൽ ഇയാൾക്കുണ്ടായ ആ വേദനയുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, അതിന് അയാൾക്ക് തക്കതായ പ്രതിഫലം നൽകാതിരിക്കുകയില്ല. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അയാൾക്ക് അതിനേക്കാൾ മികച്ചതായൊന്ന് പകരമായി കൊടുക്കാതിരിക്കുകയുമില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരോ മുസ്ലിമീങ്ങളായ നമ്മളുടെ സഹോദരന്മാരൊക്കെ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ആ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നന്മയായിക്കൊണ്ടല്ലാതെ നിങ്ങളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? പലപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് കേൾക്കുമ്പോൾ അവരറിഞ്ഞു അറിയാതെയൊക്കെ പലപ്പോഴും പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ അത് അതീവ ഗുരുതരമായ സംസാരങ്ങളായിരിക്കും. ഇവിടെ പ്രവാചകൻ അതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, കാരണം നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾക്ക് മലായികത്ത് നിങ്ങൾ ആമീൻ പറയുന്നുണ്ട്. കണ്ടോ? അപ്പൊ നമ്മളൊരു പ്രയാസം നേരിട്ടുകൊണ്ട് ആ സമയത്ത് നമുക്കെതിരെ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലായികത്ത് നിങ്ങളുടെ ആമീൻ ആ വിഷയത്തിൽ ഉണ്ടായിത്തീരുകയും ആ വിഷയം നമ്മളുടെ ജീവിതത്തിൽ, അഥവാ നമ്മൾ വലിയ പ്രയാസകരമായി നമ്മൾ നോക്കിക്കാണുന്ന ആ വിഷയം ഒരുപക്ഷെ നടന്നുവെന്നും വന്നേക്കാം എന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ ഗൗരവത്തിലായിരിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ നേരത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ പ്രാർത്ഥന പോലെയൊന്ന് ആ സദസ്സിൽ വെച്ച് പ്രവാചകൻ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. അഥവാ അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ പ്രതിഫലം നൽകണമേ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന്റെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അദ്ദേഹത്തിന് പകരക്കാരനായി ഒരാളെ നൽകുകയും ചെയ്യണമേ ഒക്കെ എന്നുള്ള പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്, അബൂ സലമയേക്കാൾ മികച്ച ഒരാളോ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രാർത്ഥനയുടെ സ്വീകാര്യത എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സഹോദരന്മാരെ, അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ അധികം സമയമൊന്നും വേണ്ടതില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമായിരിക്കാം, പക്ഷേ അത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്.
അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിനെ നോക്കിക്കാണേണ്ടതും അതിനെ സമീപിക്കേണ്ടതും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. അതല്ലാതെ മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു മരണവാർത്ത എറിഞ്ഞ ആ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഏതെങ്കിലും നിരക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെ, നമ്മളൊക്കെ ഹദീസ് കേട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. റബ്ബ് ഒരാൾ അയാളുടെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അയാളുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ റബ്ബ് സഹായിക്കാനുണ്ടായിരിക്കുമെന്നാണ്. നമ്മളുടെ സുഹൃത്തുക്കളുടെ സഹോദരന്മാരുടെയൊക്കെ പ്രയാസങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നിടത്തോളം നമ്മളെ സഹായിക്കാൻ റബ്ബുണ്ടായിരിക്കുമെന്നാണ് ഇത് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ, നമ്മളുടെ സാന്നിധ്യമോ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിച്ചു നൽകുകയാണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട മയ്യത്തിന്റെ കഫൻ നടത്തുക എന്നുള്ളതും പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പ്രവാചകന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇദാ കഫന അഹദുകും അഖാഹു ഫൽയുഹ്സിൻ കഫനഹു. നിങ്ങൾ കഫൻ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഈ മരണവാർത്ത അവിടേക്ക് ആളുകൾ വന്നെത്തിച്ചേരുകയും അദ്ദേഹത്തിന് നമസ്കരിക്കാനൊക്കെ ആളുകൾ ഉണ്ടായിത്തീരുകയുമെന്ന് മനസ്സിലാക്കുന്ന ആളുകളോടൊക്കെ മരണവാർത്ത അറിയിക്കുകയും അങ്ങനെ ആളുകൾ വന്നെത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുകയും ചെയ്യുക എന്നത് ശറഅ അനുവദിച്ച കാര്യമാണ്. അഥവാ നമസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ആളുകൾ വന്നെത്തിച്ചേരും എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചറിയിക്കാം, ആ മരണവാർത്ത അറിയിക്കാം. അങ്ങനെ ആളുകൾ നമസ്കരിക്കാൻ വന്നെത്തുകയും അതിന്റെ ആധിക്യം ഈ മരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ. ഏതൊരു മനുഷ്യൻ മരണപ്പെട്ടാലും, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതൊരു മനുഷ്യൻ മരണപ്പെടുകയും അങ്ങനെ അയാൾക്ക് വേണ്ടി മുസ്ലിമീങ്ങളിൽപ്പെട്ട 100ഓളം ആളുകൾ അയാൾക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു. കുല്ലുഹും യശ്ഫഊന ലഹു. എല്ലാവരും അയാൾക്ക് വേണ്ടിയിട്ട് ശുപാർശ നടത്തുകയാണ്. പ്രവാചകൻ പറയുന്നു, ഇല്ലാ ശുഫിഉ ഫീഹി. അവർ നടത്തിയ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. കേട്ടോ, നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഈ പറയപ്പെട്ടതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നമസ്കരിക്കുക എന്നതൊക്കെയാണ്. അതാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ. 40 ആളുകൾ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിൽക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. എങ്കിൽ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. അവരാരും അല്ലാഹുവിൽ പങ്കുചേർക്കാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, ആരാധനകളൊന്നും റബ്ബിന് പങ്കുവെച്ചു കൊടുക്കാത്ത ആളുകളാണ് എങ്കിൽ, റബ്ബല്ലാത്തവർക്ക് പങ്കുവെച്ചു കൊടുക്കാത്തവരാണ് എങ്കിൽ, അല്ലാഹുവിൽ മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. കേട്ടോ, അപ്പൊ നമ്മളുടെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഉപകാരം എന്താണ് സഹോദരന്മാർ? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യുക, ഇതിനേക്കാൾ വലിയ ഉപകാരം എന്താണ്? അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക, അദ്ദേഹത്തിന് അത് പ്രതിഫലവും പാപമോചനവും ഒക്കെയായി അത് പരിവർത്തിക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ അതിന് മുൻകൈയെടുക്കുകയും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രങ്ങളിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചിരുന്നു എന്ന്. അല്ലെ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ്. പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ, അത് ചില റിവായത്തുകളിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ പുരുഷനുമായിരിക്കാം, ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അഫലാ കുൻതും ആദൻതുമൂനി. നിങ്ങൾ എന്നെ എന്താ ഇത് അറിയിക്കാതിരുന്നത്? നിങ്ങൾ എന്താ ഇതെന്നെ അറിയിക്കാതിരുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലൊക്കെ അങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ടു, അതത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാതിരുന്നത്. പക്ഷേ അത് പ്രവാചകൻ വളരെ ഗൗരവത്തിലെടുത്തു. എന്നിട്ട് പ്രവാചകൻ അവരോട് സ്വഹാബത്തിനോട് പറഞ്ഞു എന്നാണ്, ദുല്ലൂനി അലാ ഖബ്രിഹി.
അദ്ദേഹത്തിന്റെ ഖബറൊന്ന് കാണിച്ചു നൽകുക എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ഹദീസിൽ കാണാം, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമ അലാ അഹ്ലിഹാ. ഈ ഖബറുകളുടെ പ്രത്യേകത അത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഞാനൊരു പക്ഷേ പ്രാർത്ഥിക്കുമ്പോ, ഞാനൊരു പക്ഷേ നമസ്കരിക്കുമ്പോ അവരുടെ ആ ഖബറിടങ്ങൾ അത് പ്രകാശിതമാക്കാൻ അത് കാരണമായെങ്കിലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കണ്ടോ, നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്, പ്രവാചകൻ ചിന്തിക്കുകയാണ്. എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ ഒരു നമസ്കാരം കൊണ്ട് ഒരു മനുഷ്യനൊരു ഉപകാരമുണ്ടാകുമെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് പ്രവാചകൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മളും ഈ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സുകളിൽ വെച്ചു പുലർത്തണം. എന്റെ സഹോദരൻ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഈ പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക എന്നൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിക്കുക എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അത് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ്, അല്ലെ? ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉഊദുൽ മരീദ് വംശു മഅൽ ജനായിസ്. നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക, ജനാസകളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. കാരണം എന്താ? പ്രവാചകൻ പറയുന്നു, തുദക്കിറുകുമുൽ ആഖിറ. അത് പരലോകത്ത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ജനാസയുടെ കൂടെ അതിനെ അനുഗമിച്ചുകൊണ്ട് പോകണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ അനുഗമിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം. അത് സുന്നത്തുകൾ പാലിച്ചുകൊണ്ട്, അവിടെ സുന്നത്ത് മൗനം അവലംബിക്കുക, സംസാരിക്കാതിരിക്കുക, ശബ്ദമുണ്ടാക്കാതിരിക്കുക. അത് വിക്ർ കൊണ്ടാണ് എങ്കിലും ശബ്ദം ഉറക്കെയാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ലാ തുത്ബഉൽ ജനാസതു ബിസൗത്തിൻ വലാ നാർ. ശബ്ദം കൊണ്ടോ തീ കൊണ്ടോ ഒന്നും ജനാസ അനുഗമിക്കപ്പെടാവതില്ല, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താബിഈങ്ങളിൽ ചിലർ പറയുന്നത് കാണാൻ സാധിക്കും, മഹാന്മാരായ സ്വഹാബത്ത്, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത് അവർ യക്റഹൂന റഫഅ സൗതി ഇൻദൽ ജനായിസ്. ജനായിസുകളുടെ സമീപത്ത് ശബ്ദമുയർത്തുന്നതിനെ അവർ വെറുത്തിരുന്നു എന്നാണ്. പക്ഷെ ഖേദകരം എന്ന് പറയട്ടെ, പലപ്പോഴും ഇന്ന് നമ്മുടെ നാടുകളിൽ ഇത്തരത്തിൽ ഖബറുകളും ജനാസകളുമായി കൊണ്ട് സഞ്ചരിക്കുന്ന ആളുകൾ തക്ബീറുകൾ മുഴക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഹാബത്ത് പഠിപ്പിച്ച മാർഗത്തിനെതിരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മാത്രമല്ല, ജനാസയെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്ത് അതും ഹദീസിൽ കാണാം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അസ്രിഉ ബിൽ ജനാസ. നിങ്ങൾ ജനാസ അത് ധൃതിയിൽ കൊണ്ടുപോകണം, അഥവാ അത് എത്രയും പെട്ടെന്ന് അത് മറമാടാൻ വേണ്ടി അതിനെ ധൃതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഫഇൻ തകു സാലിഹ ഫഖൈറുൻ തുഖദ്ദിമുഹാ ഇലൈഹ. കാരണം എന്താ? അത് സാലിഹത്തായ ഒരാളുടെ സാലിഹത്തായ ഒരു ജനാസയാണോ, സാലിഹായ ഒരു മനുഷ്യന്റെ ജനാസയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് വെക്കുകയും അദ്ദേഹത്തിന്റെ സൗഭാഗ്യം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി എന്നാൽ അത് മോശപ്പെട്ട ഒന്നാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫശർറുൻ തദഊനഹു അൻ ദിഖാബിക്കും. നിങ്ങളുടെ തോളിൽ നിന്ന് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കുമല്ലോ. അപ്പോ ജനാസ ഏത് തന്നെയാണ് എങ്കിലും അവരെക്കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുക എന്നുള്ളതല്ല. ഏത് ജനാസയാണ് എങ്കിലും അതെത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു നൽകുന്ന സുന്നത്തായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഹദീസുകളിൽ കാണാം, ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത്. മരണപ്പെട്ടത് മുസ്ലിമാണോ, അയാൾക്ക് വേണ്ടി നമ്മളുടെ പ്രാർത്ഥന ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇദാ സല്ലൈതും അലൽ മയ്യിതി ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങൾ മയ്യിത്തിന് വേണ്ടി നമസ്കരിക്കുകയാണെങ്കിൽ പ്രാർത്ഥന ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് മുസ്ലിമായിക്കൊണ്ട് മരണപ്പെട്ടു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. ആ മനുഷ്യന് പൊറുക്കപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ആ പ്രാർത്ഥന റബ്ബ് ഉത്തരം നൽകണമെന്ന ആഗ്രഹത്തോടുകൂടെ ആയിരിക്കണം. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് പറ്റിപ്പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിലൂടെ സൂചിപ്പിച്ചതുപോലെ രോഗീ സന്ദർശനവും ജനാസയെ അനുഗമിക്കലും മരണപ്പെട്ട വീട്ടിൽ കടന്നു ചെന്ന് ജനാസയെ കാണലുമൊക്കെ പലപ്പോഴും ആളുകളിൽ നാട്ടുനടപ്പെന്നോണം നടക്കുന്ന ഒരു കാര്യമായി പലപ്പോഴും പരിണമിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയപ്പെട്ട പ്രതിഫലം നമുക്ക് ലഭ്യമാകണം. അതുപോലെ തന്നെ ആ മനുഷ്യന് അതുകൊണ്ട് ഗുണമുണ്ടാകണം, എന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണം. ഇന്ന് ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെയാണ് നമ്മൾ ഓരോ ജനാസയിലും പങ്കെടുക്കേണ്ടത്. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ആ മനുഷ്യനും നമുക്കുമൊക്കെ അതുകൊണ്ട് വളരെ വലിയ നേട്ടം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇത്തരം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين. أما بعد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിനോട് നിർവഹിക്കേണ്ട കടമകളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടുവന്നത്. 6 കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. അതിൽപ്പെട്ട അവസാനത്തെ കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കിയത്, സഹോദരനായ മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിക്കുക എന്നത്. ഇതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച്, ആ പ്രതിഫലത്തിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ല അലൈഹാ. ഒരാൾ ജനാസയെ അനുഗമിക്കുകയും നമസ്കരിക്കുന്നത് വരെ കൂടെ തുടരുകയും ചെയ്താൽ ഫലഹു ഖീറാത്ത്, ആ മനുഷ്യന് ഒരു ഖീറാത്ത് പ്രതിഫലം ഉണ്ടായിരിക്കും. ഇനിയോ വമൻ ഷഹിദ ഹത്താ തുദ്ഫന, ഇയാൾ ഈ ജനാസയെ അനുഗമിക്കുകയും നമസ്കരിക്കുകയും അത് മറമാടുന്നത് വരെ അതിനോട് തുടരുകയും ചെയ്താൽ കാന ലഹു ഖീറാത്താൻ, അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലം ഉണ്ടായിരിക്കും. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, പ്രവാചകൻ എന്താണ് ഈ ഖിറാത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിടുന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, മിസ്ലു അൽ ജബലൈനിൽ അസീമൈൻ, 2 വലിയ പർവ്വതം കണക്കെയുള്ള പ്രതിഫലമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മനുഷ്യന് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്നതുപോലെ തന്നെ നാം ഇത് നിർവഹിക്കുന്നതിലൂടെ നമുക്കും വലിയ പ്രതിഫലമാണ് സമ്പാദിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത്, ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ പറയുകയാണ്, മനിത്തബഅ ജനാസത മുസ്ലിമിൻ, ഒരാൾ ഒരു മുസ്ലിമിന്റെ ജനാസയെ അനുഗമിക്കുകയാണ്. എങ്ങനെയാണ് അനുഗമിക്കുന്നത്? ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടും ഇഹ്തിസാബോടും കൂടെ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടെയാണ് ഇയാൾ അനുഗമിക്കുന്നത് എങ്കിൽ ഇതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച ഹദീസ് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ നമ്മൾ നിർവഹിക്കണം. അപ്പോഴാണ് ഈ പറയപ്പെട്ട വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടുനടപ്പ്, നാട്ടാചാരം പോലെ നമ്മളതിൽ പങ്കെടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന തോന്നലോടുകൂടെ അതങ്ങട് ചെയ്തു തീർക്കുക എന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. എങ്കിൽ സഹോദരന്മാരെ, നമ്മൾക്ക് ആ ബാധ്യത നിർവഹിക്കുകയും അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടതിന്റെ സുന്നത്തുകൾ അത് കൃത്യതയോടുകൂടെ പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഒന്നാണ്, അല്ലേ? ആ ജനാസ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഹദീസുകളിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ്, നിങ്ങൾ ജനാസയെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവാചകന്റെ മില്ലത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഖബറിലേക്ക് അത് ഇറക്കി വെക്കേണ്ടത് എന്ന് പ്രവാചകൻ പറയുകയാണ്.
അങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയും അത് ദഫൻ ചെയ്യുകയും അത് മറമാടുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുമെന്നാണ്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം ചോദിക്കുക. വസലുല്ലാഹ ലഹു തസ്ബീത ഫഇന്നഹു അൽആന യുസ്അൽ. അല്ലാഹുവിനോട് ഈ മനുഷ്യന് സ്ഥൈര്യത്തോടുകൂടെ സ്ഥിരതയോടുകൂടെ അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. കാരണം അയാൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഖബറിലുള്ള മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മനുഷ്യന് വേണ്ടി പാപമോചനത്തിനും ഈ മനുഷ്യന് സ്ഥിരത നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. നേരെ മറിച്ച് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു സുന്നത്താണ്, ഹദീസുകളിലോ സ്വഹാബത്തിന്റെ മാർഗങ്ങളിലോ ഒന്നും കാണാത്തതാണ്. പലപ്പോഴും ഈ തസ്ബീത്തിന് പുറമേ ആളുകൾ തൽഖീന് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, അത് യഥാർത്ഥത്തിൽ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത ഒന്നാണ്. സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുകയും സ്ഥിരപ്പെടാത്തത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരിക്കലും മരണപ്പെട്ട ആളുകളെ ചീത്ത വിളിക്കുക, മോശമാക്കി സംസാരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ലാ തസുബ്ബുൽ അംവാത്, മരണപ്പെട്ടവരെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. ഫഇന്നഹും ഖദ് അഫ്ദൗ ഇലാ മാ ഖദ്ദമു, അവർ പ്രവർത്തിച്ചതിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു, അവർ പ്രവർത്തിച്ചതുമായി റബ്ബിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു. ഇനി അവരെ ചീത്ത വിളിക്കുക, അവരെ മോശം പറയുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞു നൽകിയതുപോലെ അവരുടെ ചില കുറവുകൾ പറയേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അഥവാ മുൻകഴിഞ്ഞു പോയ ബിദ്അത്തുകൾ പ്രചരിപ്പിച്ച, ജനങ്ങൾക്കിടയിൽ തിന്മകൾ വ്യാപിപ്പിച്ച ചില ആളുകളുടെ തിന്മകൾ ചിലപ്പോൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അവരുടെ ബിദ്അത്തുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് അവരുടെ കുറവുകൾ പറയേണ്ടത്. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യന്റെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ മോശപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള മര്യാദകളും സുന്നത്തുകളും നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ഇഖ്ലാസോടുകൂടെ പ്രതിഫലേച്ഛയോടുകൂടെ ഇതെല്ലാം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.